കാട്ടാനകളെ തടയാൻ വനം വകുപ്പിന്റെ കയ്യിൽ ആകെയുള്ള പരിഹാരമാണ് വൈദ്യുത ഫെൻസിംഗ്. എന്നാൽ ഇതിനെ മറികടക്കാൻ കാട്ടാനകൾ പഠിച്ചു കഴിഞ്ഞു. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഫെൻസിങ്ങുകൾ പലയിടത്തും കാട്ടാനകൾ തകർത്തു കഴിഞ്ഞു. കാട്ടാന ആക്രമണം എവിടെയുണ്ടായാലും ഉടനെ ഉയർന്നു കേൾക്കുന്ന ആവശ്യമാണ് ഫെൻസിംഗ് തീർക്കണമെന്നത്. വൈദ്യുത ഫെൻസിംഗ് തീർത്താൽ പിന്നെ ആനയോ മറ്റ് ജീവികളോ ഒന്നും തന്നെ കടന്ന് നാട്ടിലെത്തില്ല എന്നത് ഒരിക്കൽ ഒരു വിശ്വാസമായിരുന്നുവെങ്കിൽ ഇന്ന് അതൊരു അബദ്ധധാരണയാണ്. കാരണം വൈദ്യുതി പ്രവഹിക്കുന്ന ഫെൻസിങ്ങുകളും കടന്ന് വന്യജീവികൾ നാട്ടിലേക്ക് എത്തുകയാണ്. ആദ്യകാലങ്ങളിൽ സാധാരണ ഫെൻസിങ്ങും പിന്നീട് ഹാങ്ങിങ് ഫെൻസിങ്ങും പ്രായോഗികമാക്കി. എന്നിട്ടും നിവൃത്തിയില്ല. വനം വന്യജീവി വകുപ്പ് അധികൃതർക്കും നാട്ടുകാർക്കും ഒരുപോലെ മനസ്സിലായ ഒരു സത്യമാണ് ഫെൻസിംഗ് ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത്. കാട്ടാനകൾ വളരെ വിദഗ്ധമായി തന്നെ ഫെൻസിങ്ങുകൾ തകർത്ത് നാട്ടിലെത്തും. ഫെൻസിങ്ങിന് മുകളിലേക്ക് ഉണക്ക മരക്കമ്പുകളോ മറ്റു വസ്തുക്കളോ എടുത്തെറിഞ്ഞ് ഫെൻസിംഗ് തകർക്കും. ശേഷം ഭംഗിയായി അതിർത്തി കടക്കും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വൈദ്യുത ഫെൻസിംഗ് എന്ന പ്രഹസനത്തിനു വേണ്ടി വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. ഫെൻസിംഗ് ഒരു പ്രഹസനമായിരിക്കെ വേങ്ങൂർ, കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിലായി വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നു. പദ്ധതിക്കായി നബാർഡാണ് 3.9 കോടി രൂപ നൽകിയത്. എന്നാൽ ഇതിന്റെ നിർവ്വഹണ ചുമതല വനം വകുപ്പിന് നൽകുന്നതിനു പകരം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയറിംഗ് വിങ്ങിനാണ് നൽകിയത്. ഇതോടെ പദ്ധതി പാതി വഴിയിലായി. നിർമ്മാണം ആരംഭിച്ചെങ്കിലും 5 കിലോമീറ്ററോളം വരുന്ന ഭാഗത്ത് പലയിടത്തും കാട്ടാനകൾ കൂട്ടമായി എത്തി ഫെൻസിങ്ങുകൾ തകർത്തിട്ടിരിക്കുകയാണ്. ഈ ഫെൻസിംഗ് വന്നിട്ട് ഇത്ര നാളായിട്ട് ആന എന്നും നിരന്തരമാണ് കളയുകയാണത്. ഒരു അങ്ങനെ തിരിഞ്ഞു നോക്കണല്ലോ. ഇതെല്ലാം ഒരു ദിവസത്തിൽ ആന അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം അവിടെ അങ്ങനെ ഭാഗത്ത് കുളങ്ങാറ്റൂർ ഭാഗത്ത് കളയുമ്പോൾ ഒരു വാവലി ആ മഞ്ചേഷിൻ്റെ ഒക്കെ ഭാഗത്ത് അങ്ങനെ കളയണു. ഇവിടെ ആരും വരാറില്ല, കരാറുകാരോ ആരും വരാറില്ല, ഇവിടെ നന്നാക്കാൻ വരാറില്ല. നിലവിൽ ഫെൻസിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ജനവാസ മേഖലകളോട് ചേർന്നാണ്. വനഭൂമിയുടെ അതിർത്തി കണക്കാക്കി നിർമ്മിച്ചിട്ടുള്ള ഫെൻസിംഗ് വളഞ്ഞു പൊളഞ്ഞാണ് പോകുന്നത്. എന്നാൽ പെരിയാറിന്റെ കരയിൽ ഇത് നേർരേഖയിൽ നിർമ്മിച്ചിരുന്നുവെങ്കിൽ നിലവിൽ ആവശ്യമായ ദൂരത്തിന്റെ, അതായത് പിണ്ടിമന ആയണച്ചാൽ മുതൽ വേങ്ങൂർ പഞ്ചായത്തിലെ പാണിയേലി വരെ 35 കിലോമീറ്ററിന്റെ സ്ഥാനത്ത് വെറും 12 കിലോമീറ്റർ കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചേനെ. ഇവിടെ പാഴായ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതാകട്ടെ സാധാരണക്കാരന് മാത്രം. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി കോട്ടപ്പാറ വനമേഖലയുടെ ഒരു ഭാഗമായ അയിനിച്ചാൽ നിന്നും പാണിയേലി വരെയുള്ള ഏകദേശം 30 കിലോമീറ്റർ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് പ്രവൃത്തി ഏറ്റെടുക്കുന്നത് പോലീസ് ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷൻ ആണ്. അവരുടെ ഉപകരാറായിട്ടാണ് ഇവിടെ കരാറുകാരൻ ഈ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളതും. എന്നാൽ കേവലം 6 കിലോമീറ്റർ മാത്രം പൂർത്തിയാക്കി ബാക്കിയുള്ള ഭാഗം പൂർത്തിയാക്കാനാകാതെ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയിട്ടുള്ളത്. തുടർ നടപടി എന്താണെന്ന്, ഇതിൻ്റെ ഭാവി എന്താണെന്നുള്ള ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ആന കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയ ശല്യമാണ് ഈ മേഖലയിലെ കൃഷിയിടങ്ങളിൽ വരുത്തിവെക്കുന്നത്. ഫോറസ്റ്റുകാർ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിഷ്ക്രിയരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാത്രിയിൽ പ്രൊട്ടക്ഷൻ ടീമിൽ കൃത്യമായിട്ട് ആളുകളോ അല്ലെങ്കിൽ ആന ഓടിക്കാൻ വേണ്ടതായ സംവിധാനങ്ങളോ ഇല്ലാത്ത സാഹചര്യം. ആന പലപ്പോഴും ഫോറസ്റ്റുകാരെ ഓടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രാത്രി വാഹനം ഒതുക്കി എവിടെയെങ്കിലും കിടന്നുറങ്ങുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സാധിക്കാത്ത അവസ്ഥ, നിഷ്ക്രിയത്വം. അതിന് കാരണം നിസ്സഹായത തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 6 കിലോമീറ്റർ സോളാർ ഫെൻസിങ് തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ഇവിടെ പല ഉന്നത ഉദ്യോഗസ്ഥരും വന്ന് നോക്കി പോയിട്ടും അവർക്കൊന്നും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകഴുകുന്നത് ഈ പദ്ധതി, സോളാർ ഫെൻസിങ് പദ്ധതി പൂർത്തീകരിച്ച് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈകഴുകുന്നത്. എന്നാൽ ഈ കരാറുകാരെ കൊണ്ട് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കേരള പോലീസ് ഹൗസിംഗ് ബോർഡ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ഇതുവരെ മൗനത്തിലാണ്. അവരുടെ ബന്ധപ്പെട്ട പ്രൊജക്റ്റ് എഞ്ചിനീയർമാരാരും തന്നെ ഇവിടെ വന്ന് ഇതിനൊരു കൃത്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു മേൽനോട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല. വെള്ളാനകളുടെ കയ്യിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ സംവിധാനമായ കേരള പോലീസ് ഹൗസിംഗ് ബോർഡ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ പോലും
അവരുടെ ഭാഗത്തു നിന്നും ഈ നാടിനെ ജനങ്ങളോട് ഉള്ളൊരു വലിയ അനീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ട്രെഞ്ചുകൾ താഴ്ത്തുകയും 30 മീറ്റർ മുതൽ 50 മീറ്റർ വരെ വിസ്റ്റ ക്ലിയറൻസ് ഇട്ടുകൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്ത് ഇതിനോട് ചേർന്ന് ഡബിൾ ഫെൻസിംഗ് തീർത്താൽ വലിയ തോതിൽ കാട്ടാനകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് തദ്ദേശവാസികൾ പറയുന്നു. എന്നാൽ ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ ഭരണാധികാരികൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. 12 കിലോമീറ്റർ ദൂരം ട്രെഞ്ച് താത്തി ഈ ഫെൻസിങ് ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ 35 കിലോമീറ്റർ ദൂരം ഫെൻസിങ് ചെയ്യുകയാണ്. ഈ 35 കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാനായിട്ടുള്ള കരാറെടുത്ത് ഇതിൻ്റെ വർക്കേഴ്സ് നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ ഇത് 5 കിലോമീറ്റർ ദൂരത്തിൽ മാത്രം നിന്ന് അതും ചെയ്തേക്കുന്ന പണി മുഴുവനും ആന മറിച്ച് കളഞ്ഞ് ആർക്കും ഒരു പ്രയോജനമില്ലാതെ മുടങ്ങിയും നിരങ്ങിയും ഇഴഞ്ഞും കുഴഞ്ഞും വലഞ്ഞും ഈ വർക്ക് ഇവിടെ നിൽക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ നിലപാടുണ്ടായാലും ആളുകൾ ഇനി കൈ കിട്ടുന്നതായിട്ട് ആൾക്കാർ കയറും. മനുഷ്യനിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ കാടിനെ തീയിടുമെന്ന് വരെ ആൾക്കാർ പറയുകയാണ്. ആളുകളെ നിരുത്സാഹപ്പെടുത്തുക നമ്മൾ. കാരണം വന്യമൃഗശല്യം കാരണം പൊറുതി മുട്ടിയ മനുഷ്യൻ ഈ കാടിന് ഞങ്ങൾ തീയിടുമെന്ന് വരെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. നിയമം കയ്യിലെടുക്കാൻ ഗവൺമെൻറ് ആളുകളെ നിർബന്ധിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആനകൾക്ക് സ്വഭാവമാറ്റം വന്നതായാണ് മറ്റൊരു വിലയിരുത്തൽ. മനുഷ്യ സാമീപ്യം ഭയന്നിരുന്ന കാട്ടാനകൾ ഇപ്പോൾ യാതൊരു കൂസലുമില്ലാതെയാണ് നാട്ടിലേക്ക് എത്തുന്നത്. ഇവയെ തടുത്തു നിർത്താൻ വൈദ്യുതി കമ്പികൾ ചേർത്തുള്ള ഫെൻസിംഗ് മാത്രം മതിയോ എന്ന ചോദ്യമാണ് സാമാന്യ ബുദ്ധിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വനാതിർത്തി ഗ്രാമങ്ങളിലെ ജനത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.